US ഷട്ട്ഡൗൺ 39-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വ്യോമയാന മേഖലയിൽ വൻ പ്രതിസന്ധി. 1000 വിമാന സർവീസുകൾ റദ്ദാക്കി. ജീവനക്കാരുടെ കുറവ് കാരണം നിരവധി വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. അതേസമയം ഷട്ട്ഡൗൺ 39-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഡെമോക്രാറ്റുകളുടെ ഒരാവശ്യവും ട്രംപ് അംഗീകരിച്ചില്ല. ന്യൂക്ലിയർ ഓപ്ഷൻ ഉപയോഗിച്ച് ഫിലിബസ്റ്റർ ചട്ടം റദ്ദാക്കാൻ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻസിനോട് ആഹ്വാനം ചെയ്തു. അജയ് സുധാ ബിജുകൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, 39-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും യാത്രക്കാർ അടക്കം നേരിടുന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ്. ഒപ്പം ഇതിനൊരു പരിഹാരം എന്നതിന് ട്രംപ് ഭരണകൂടം തയ്യാറാകുന്നുമില്ല. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് ഒരു കടുംപിടുത്തം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പുതിയ ധനബില്ല് അത് അവതരിപ്പിക്കുന്നതിലെ പ്രതിസന്ധിയാണ് ഇത്തരത്തിൽ ഈ US ഷട്ട്ഡൗൺ 39-ാം ദിവസവും നീളാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്നാൽ 2018 ഇതിനു മുൻപ് തന്നെ ട്രംപ് അധികാരത്തിലിരുന്നപ്പോൾ ഒരു ഷട്ട്ഡൗൺ 53 ദിവസങ്ങൾക്ക് മുകളിലേക്ക് നീണ്ട ചരിത്രമൊക്കെ ഇതിന് മുൻപേ US തന്നെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതുവരെ എത്തിയിട്ടില്ല. എന്നാൽ അതിനപ്പുറം ഇത് കടക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് നിലവിൽ കാണുന്നത്. ട്രംപ് ഇപ്പോൾ നിലവിൽ തൻ്റെ പാർട്ടിയായിട്ടുള്ള റിപ്പബ്ലിക്കൻസിനോട് പറയുന്നത്, നിങ്ങൾ എത്രയും വേഗം ഒരു കടുത്ത നിലപാട്, ഒരു ന്യൂക്ലിയർ ആക്ഷൻ ഇതിൽ നിങ്ങൾ എടുക്കണം. അതായത് എത്രയും പെട്ടെന്ന് ഈ ഒരു തങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇത് കണ്ടെത്താനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം. ഫിലിബസ്റ്റർ ചട്ടം എത്രയും വേഗം എടുത്തു കളയണമെന്നാണ് റിപ്പബ്ലിക്കൻസിനോട് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കും പിന്നീട് ഓഫീസിലേക്ക് എത്താൻ സാധിച്ചേക്കണം എന്നില്ല എന്നും ട്രംപ് ഒരു ഭീഷണിയായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ഫിലിബസ്റ്റർ ചട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ റിപ്പബ്ലിക്കൻസിന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്ന ഒരു ചട്ടമാണ്. അതായത് ഈ ധനബില്ല് പാസ്സാക്കാനായിട്ട് US പാർലമെൻറ്റിൽ ഏറ്റവും മിനിമം വേണ്ടത് 60 വോട്ടുകളാണ്. എന്നാൽ ഭൂരിപക്ഷമുള്ളത് റിപ്പബ്ലിക്കൻസിന് തന്നെയാണ്. 53 വോട്ട് അവർക്കുണ്ട്. ഇപ്പോൾ നിലവിൽ ഡെമോക്രാറ്റുകൾക്കുള്ളത് 40 ആ ഒരു റേഞ്ചിലുള്ള വോട്ടുകളാണ്. എന്നാൽ ഭൂരിപക്ഷം ഇവർക്കാണെങ്കിലും ഈ നിയമം പുതിയ ധനബില്ല് പാസ്സാക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞത് 60 വോട്ടെങ്കിലും വേണം. ഇതിനെയാണ് ഈ ഫിലിബസ്റ്റർ ചട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഫിലിബസ്റ്റർ ചട്ടം എത്രയും വേഗം എടുത്തു കളയാൻ, ഇതിനെ റദ്ദാക്കാനായിട്ട് എല്ലാ റിപ്പബ്ലിക്കൻസും വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ട്രംപ് തൻ്റെ ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനായി ഒരു ന്യൂക്ലിയർ ആക്ഷൻ നിങ്ങൾ എടുക്കണം. എന്നാൽ മാത്രമേ അമേരിക്കൻ സ്വപ്നങ്ങൾ തങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ നിങ്ങൾക്കാർക്കും ഓഫീസിലേക്ക് എത്താൻ സാധിക്കില്ല എന്നും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കയിലുള്ള ജനജീവിതം വളരെയധികം ഇത് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വിമാന സർവീസുകളെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. 10% വിമാന സർവീസുകളാണ് ഇപ്പോൾ നിലവിൽ റദ്ദാക്കിയിട്ടുള്ളത്. ആഭ്യന്തര വിമാന സർവീസുകളെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. 1000 വിമാനങ്ങൾ നിലവിൽ പൂർണ്ണമായിട്ടും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എന്നാൽ യാത്രക്കാരെ ഇത് വലിയ തോതിൽ ബാധിച്ചു തുടങ്ങിയിട്ടില്ല. പല തിരക്കേറിയ വിമാനത്താവളങ്ങളിലും ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെയും അതുപോലെ തന്നെ എയർ ട്രാഫിക് ജീവനക്കാരുടെയും ഒക്കെ ഒരു കുറവ് കാരണം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് മാത്രമാണ് ഒരു പ്രതിസന്ധിയായിട്ടുള്ളത്. എന്നാൽ വലിയ ഒരു ബുദ്ധിമുട്ട് ആളുകൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഷട്ട്ഡൗൺ തുടർന്നാൽ ഈ 10% ഫ്ലൈറ്റ് റദ്ദാക്കി അത് 15%ത്തിലേക്കും 20%ത്തിനും മുകളിലേക്ക് നീളാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അന്താരാഷ്ട്ര സർവീസുകളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഇന്ത്യക്കാരെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കിയേക്കും എന്നുള്ള ഒരു ആശങ്ക ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എയർ ട്രാഫിക് ജീവനക്കാർ, അതുപോലെ തന്നെ എയർപോർട്ടിലുള്ള സെക്യൂരിറ്റി ജീവനക്കാർ, ഇവർക്കെല്ലാം ഇപ്പോൾ നിരവധി മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരോട് ശമ്പളമില്ലാതെ നിർബന്ധിത അവധിയിൽ പോകാനായിട്ട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിരവധി ജീവനക്കാർ ഇതുപോലെ അവധിയിലായിട്ടുള്ളതിനാലാണ് ഈ 10% ഫ്ലൈറ്റ് റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് നിലവിൽ സർക്കാർ എത്തിയത്. ഇപ്പോൾ ഈ എയർപോർട്ട് ജീവനക്കാരുടെ മാത്രമല്ല, ഇപ്പോൾ പോലീസിലാണെങ്കിലും ട്രാഫിക് ജീവനക്കാരാണെങ്കിലും ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും US ഫെഡിലുള്ള മറ്റ് ജീവനക്കാരാണെങ്കിലും സർക്കാർ ഇപ്പോൾ വൈറ്റ് ഹൗസിലുള്ള ജീവനക്കാരാണെങ്കിലും എല്ലാം പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഷട്ട്ഡൗൺ അങ്ങനെ 39-ാം ദിവസത്തിൽ എത്തുമ്പോഴും തുടരുകയാണ്. മറ്റൊരു